നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തിമോഥെയോസിന്റെ ലേഖനം നമ്മൾ പഠിച്ച് വരികയാണ്. ഒന്നാം ലേഖനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാം ലേഖനം ഇന്ന് ആരംഭിക്കുന്നു. ഒരു സ്ഥലം സഭയിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായിട്ട് നൽകുന്ന കൽപ്പനകൾ, പ്രബോധനങ്ങൾ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ ഒന്നാം ലേഖനം വായിച്ചതിന് ശേഷം നമ്മൾ രണ്ടാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ രണ്ടാം ലേഖനവും വായിച്ചു തുടങ്ങുമ്പോൾ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞ അതേ വിഷയങ്ങൾ പൗലോസ് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ആവർത്തന വിരസത എന്ന് പറയുന്ന ഒരു വിഷയം പലപ്പോഴും നമുക്കുണ്ട്. ദൈവവചനം കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ആവർത്തന വിരസത. കേട്ടത് തന്നെ പിന്നെ പിന്നെ കേൾക്കുമ്പോൾ ഒരു വിരസതയുണ്ടാവും. അപ്പോൾ ഈ കേട്ടത് തന്നെ വീണ്ടും കേൾപ്പിക്കുന്നത് എന്തുകൊണ്ട്, എഴുതിയത് തന്നെ ആവർത്തിച്ചെഴുതുന്നത് എന്തുകൊണ്ട്, ആ വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു വിഷയത്തിന്റെ പ്രാധാന്യം അത്രമാത്രം ഗൗരവമുള്ളതായതുകൊണ്ടാണ് ആ നിലയിൽ ആവർത്തിച്ച് വിഷയങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ തിമോഥെയോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ പല കാര്യങ്ങളും തിമോഥെയോസിനോട് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. അത് എടുത്തു പറയുന്നതിന്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്ന് പറയുന്നത് ആ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നത് തന്നെ. ഇത് വായിക്കുമ്പോൾ നമുക്ക് ആവർത്തന വിരസത തോന്നാം. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, ഈ ഒരു വിഷയം തന്നെ താൻ ആവർത്തിച്ച് പറയുന്നുവെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ്, ശൈലികൾ അല്ലെങ്കിൽ വാക്കിന്റെ പ്രയോഗങ്ങൾ കൂടുതൽ അർത്ഥസമ്പുഷ്ടമായ നിലയിൽ, കുറച്ചുകൂടെ വിശാലമായ നിലയിൽ, അല്ലെങ്കിൽ നാം കാണുന്നതിന് വ്യത്യസ്തമായ ഒരു നിലയിലാണ് അവിടെ, അല്ലെങ്കിൽ ആദ്യ ലേഖനത്തിൽ പറഞ്ഞതിന് വ്യത്യസ്തമായ നിലയിലാണ് അവിടെ എടുത്തു പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഒന്നും രണ്ടും വാക്യങ്ങൾ തന്നെ നമ്മളെ ലേഖനത്തിലേക്ക് വരുമ്പോൾ എല്ലാ ലേഖനത്തിലും പൗലോസിന്റെ ഒരു ശൈലിയാണ്, ഒരു മുഖവുര അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ്സ് പറയുക എന്നുള്ളത്. ഈ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞ അതേ ഗ്രീറ്റിംഗ്സ് തന്നെയാണ് രണ്ടാം ലേഖനത്തിലും പൗലോസ് പറയുന്നത്. എന്നാൽ പൗലോസ് ആ രണ്ടാം ലേഖനത്തിൽ പറയുന്ന ഗ്രീറ്റിംഗ്സും ഒന്നാം ലേഖനത്തിൽ പറയുന്ന ഗ്രീറ്റിംഗ്സും നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ പൗലോസ് തന്റെ ഹൃദയത്തിൽ ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ചുള്ള വിശ്വാസ ദർശനം അല്ലെങ്കിൽ ആത്മീക ഉൾക്കാഴ്ച അത് എത്രമാത്രം പറഞ്ഞിട്ടും അതങ്ങ് വിശദീകരിക്കുവാനായിട്ട് കഴിയാത്തത്ര നിലയിൽ അഗാധമാണ് അതിന്റെ വ്യാപ്തി എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ട് ലേഖനങ്ങളുടെയും ആദ്യ പരാമർശത്തിൽ പൗലോസ് എടുത്തു പറയുന്ന വിഷയം തന്റെ അപ്പോസ്തോലത്വം അല്ലെങ്കിൽ അപ്പോസ്റ്റൽഷിപ്പ് എന്നുള്ള വിഷയമാണ്. താനൊരു അപ്പോസ്തോലനാണ് എന്നുള്ള വിഷയം പൗലോസ് എടുത്തെടുത്ത് പറയാം. എന്തിനാ എപ്പോഴും പറയുന്നത്? ഇപ്പൊ ഞാനൊരു സുവിശേഷനാണെന്ന് എപ്പോഴും പറയേണ്ട കാര്യമുണ്ട്. എന്നാൽ തിമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയം, ഞാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അപ്പോസ്തോലനാണ്. ഇതെന്തിനെ ആവർത്തിച്ച് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? തന്റെ അപ്പോസ്തോലത്വത്തെ കുറിച്ച് തനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു അവ്യക്തത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഈ അപ്പോസ്തലനായ പൗലോസിൽ എൻട്രസ്റ്റ് ചെയ്ത അതേ ദൗത്യമാണ് പൗലോസിന്റെ ശിഷ്യനായ തിമോഥെയോസിലും ദൈവത്തിന്റെ ആത്മാവ് എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൗലോസ് തന്റെ നിയോഗത്തെ എത്ര ഗൗരവമായിട്ട് കാണുന്നുവോ അതേ നിലയിൽ തിമോഥെയോസ് തന്റെ നിയോഗത്തെ ഗൗരവമായിട്ട് കാണണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഗുരു ശിഷ്യ ബന്ധം ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ വിരളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഈ കർത്താവിന്റെ നമ്മൾ പൂർവ്വകാലത്ത് ഗുരു ശിഷ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരില് കുതുകാലി വെട്ടുകളുണ്ട്, ഒറ്റുകാരുണ്ട്. ഇവരൊക്കെ ഈ ശിഷ്യഗണത്തിലുള്ള എല്ലാവരും മനുഷ്യരാണല്ലോ. എന്നാൽ വളരെ വിശ്വസ്തയോടെ പിൻപറ്റുന്ന ശിഷ്യന്മാരുണ്ട്. ഈ പൗലോസ്, തിമോഥെയോസ്, തീത്തോസ്, ഈ രണ്ട് യുവ ശിഷ്യന്മാരെ അല്ലെ രണ്ട് യുവാക്കന്മാരെ എടുത്തു കാണിക്കുന്നതിന് റോമാലേഖനത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ അനേകരെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. അവരൊക്കെ പൗലോസിന്റെ പിൻഗാമികളായി ശുശ്രൂഷ രംഗത്ത് സഹായികളായിട്ട് നിന്ന സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചവരായിട്ടുണ്ട്. എന്നാൽ തിമോഥെയോസിനോടും തീത്തോസിനോടും ബന്ധത്തിൽ ദൈവം അവർക്കൊരു പ്രത്യേക ദൗത്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം പൗലോസിന് ഉള്ളതുകൊണ്ട് പൗലോസ് ആ വിഷയം വളരെ ഗൗരവത്തോടെ പറഞ്ഞു കൊടുക്കുന്നു.
ഇവിടെ നമ്മൾ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ 1-ാം ലേഖനത്തിൽ തന്റെ അപ്പോസ്തലത്വത്തെ നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിൽ അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ദൈവകൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിൽ അപ്പോസ്തലനായ പൗലോസ് എന്നോട് പറയുന്നു. അതിന് 2 ആശയമുണ്ട് അവിടെ. ഞാൻ ക്ലാസ് അദ്ദേഹം പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തതാണ്. പൗലോസ് തിമത്യോസിന് എഴുതുന്ന കൽപ്പനകൾ അല്ലെങ്കിൽ പ്രബോധനങ്ങൾ പരിശുദ്ധ ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം എഴുതിയെന്നും പൗലോസ് അപ്പോസ്തലനായിരിക്കുന്നത് കർത്താവിന്റെ കൽപ്പന പ്രകാരമാണെന്നും ഈ 2 ആംഗിളും ഈ 2 ആസ്പെക്റ്റും അവിടെയുണ്ട്. ഇവിടെ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു വിഷയം ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ഇവിടെ ദൈവ ഇഷ്ടത്താലാണ് താൻ അപ്പോസ്തലനായിരിക്കുന്നത് എന്നുള്ള വിഷയം പൗലോസ് ഓർപ്പിക്കുന്നു. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അല്ലെങ്കിൽ എത്ര ഗൗരവമായിട്ടാണ് പൗലോസ് തന്റെ നിയോഗത്തെ തിമത്യോസിന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട്. ഈ ദൈവ നിയോഗം, ശുശ്രൂഷകൾക്കായിട്ടുള്ള നിയോഗം, അത് അത്രമേൽ പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പൊ സഭാ ശുശ്രൂഷകരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും സുവിശേഷകന്മാരോ മൂപ്പന്മാരോ ഡീക്കന്മാരോ ഡീക്കനസ് ആയിട്ടുള്ള വ്യക്തികളോ ആരുമായിക്കോട്ടെ, ദൈവസഭയിൽ വിവിധ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തികൾ തങ്ങളുടെ നിയോഗത്തെ അത് എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കണം. ആ ഉൾക്കാഴ്ചയാണ് അവരുടെ ശുശ്രൂഷയെ വിജയകരമാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ കൂലിക്ക് പണിയെടുക്കുന്നവരും ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നവരും തമ്മിൽ ഈ പണിയിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ദൈവ നിയോഗം എന്നുള്ള വിഷയത്തെ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകം എടുത്തു കാണിക്കുക. അപ്പോൾ ഈ 2-ാം ലേഖനത്തിന്റെ പ്രത്യേകത എന്താ? 2-ാം ലേഖനം പൗലോസിന്റെ അവസാനത്തെ കത്താണ്. ഈ 2-ാം ലേഖനം അവസാനിക്കുമ്പോൾ പൗലോസ് ഞാൻ നിര്യാതൻ, എൻ്റെ പാനീയാഗമായി ഞാൻ എൻ്റെ പ്രാണനെ ഒഴുക്കി കളയുന്നു എന്ന് പറയത്തക്കവണ്ണം മരണത്തെ മുൻ കണ്ടുകൊണ്ടാണ് പൗലോസ് ഈ 2-ാം ലേഖനം എഴുതുന്നത്. നമ്മൾക്ക് എഴുതപ്പെട്ട് കിട്ടിയ ലേഖനങ്ങളിൽ ഏറ്റവും അവസാനത്തെ കത്താണ്, പൗലോസിൽ നിന്ന് ലഭിച്ച ഏറ്റവും അവസാനത്തെ കത്താണ് തിമത്യോസിന്റെ ലേഖനം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാന വാക്കുകൾ, അന്ത്യവാക്കുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ തിമത്യോസിന് പൗലോസ് ഈ ലേഖനങ്ങളെ കുറിച്ച് കൊടുക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ തിമത്യോസിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ഹൃദയം എത്രമാത്രം വെമ്പൽ കൊണ്ടിരുന്നു എന്നത് പരമാവധി വ്യക്തമാക്കി കൊടുക്കുവാനായിട്ടുള്ള വേഡിങ്സ് പൗലോസ് ഈ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് അന്ത്യനിയോഗം അല്ലെങ്കിൽ അന്ത്യവാക്കുകൾ എന്നുള്ള നിലയ്ക്ക് അതിന് ഓവർ എംഫസിസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ലേ. ഓവർ എംഫസിസ് അത് പ്രാധാന്യമുള്ള വിഷയമാണ്. പക്ഷെ ഈ അന്ത്യവാക്കുകളിൽ പൗലോസ് എടുത്തു പറയുന്ന പ്രമേയം, അതിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവനിയോഗവും ദൈവമേൽപ്പിച്ച ശുശ്രൂഷയും എന്നുള്ള വിഷയമാണ്. അപ്പോൾ ഇത് ഇടയലേഖനങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നുണ്ട്. ഇത് എക്കാലത്തുമുള്ള സ്ഥലം സഭകൾക്ക് വളരെ പ്രാധാന്യത്തോടെ കരുതിക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അപ്പോസ്തോലത്വം എന്നുള്ള വിഷയത്തിൽ 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ആ അപ്പോസ്തോലത്വത്തിന്റെ പ്രത്യേകത പൗലോസ് എത്രത്തോളം ഉൾക്കൊണ്ടിരുന്നു, ഒരപ്പോസ്തോലൻ എന്ന നിലയിൽ പൗലോസ് എത്രത്തോളം അതിനെ ഉൾക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങൾ തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അവിടെ പൗലോസ് പറയുമ്പോൾ തനിക്ക് ലഭിച്ച ദൈവനിയോഗത്തിന്റെ, തിരഞ്ഞെടുപ്പിന്റെ, വിളിയുടെ പ്രാധാന്യം താൻ എടുത്തു പറഞ്ഞിട്ട് ആ സ്ഥാനത്തിന് ഞാൻ അർഹനല്ല എന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 9-ാം വാക്യം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരിൽ ഞാൻ ഏറ്റവും ചെറിയവനാണെന്ന് പൗലോസ് അവിടെ പറയുന്നു. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം ലേഖനം 2 കൊരിന്ത്യർ 12-11 വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഞാൻ അതിശ്രേഷ്ഠമായ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറഞ്ഞാൽ തന്റെ അധികാരം താൻ അവിടെ ക്ലെയിം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ തന്റെ അവകാശം, തന്റെ സ്ഥാനീയ പദവി, സഭയെ ശാസിക്കുവാനും തർജ്ജനം ചെയ്യുവാനും പ്രബോധിപ്പിക്കുവാനും ശിക്ഷണ നടപടികൾ സ്വീകരിക്കുവാനും സഭയിൽ തനിക്കുള്ള അധികാരത്തെ സുവിശേഷ പ്രവർത്തന രംഗത്ത് താൻ ഉപയോഗിച്ചു വരുന്ന, എക്സസൈസ് ചെയ്തു വരുന്ന ആ ഒരു നിലപാടിനെ സാധൂകരിക്കുവാൻ, അത് ദൈവികമാണ്, ദൈവനിയോഗമാണെന്ന് വ്യക്തമാക്കുവാൻ താൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ അതിശ്രേഷ്ഠമായ അപ്പോസ്തലന്മാരിൽ ഒട്ടും ചെറിയവനല്ല. ഞാൻ ആരെങ്കിലും വലിയവനാണെന്ന് കാണിക്കുവാനല്ല പൗലോസ് അവിടെ ശ്രമിക്കുന്നത്. നമുക്ക് കൊരിന്ത്യ സഭ ഏറ്റവും കൂടുതൽ പൗലോസിന് ടെൻഷൻ കൊടുത്ത ഒരു സഭ എന്ന് പറയുന്ന പല സഭകളും മൂപ്പന്മാർക്കും സുവിശേഷന്മാർക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ കൊടുക്കുന്നതാണ് പല സഭകളും.
അതിനകത്ത് ഒരു പ്രത്യേകത, ഏറ്റവും വിഷമകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു സുവിശേഷകൻ മുഖാന്തരം അല്ലെങ്കിൽ ഒരു മൂപ്പൻ മുഖാന്തരം വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തി ആ സുവിശേഷകന്റെയോ മൂപ്പന്റെയോ ദൈവ നിയോഗത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കൊരിന്ത്യ സഭയിൽ ഇത് ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ടും ഇന്നത്തെ കാലത്തും അത് ഉണ്ടാകുന്നുണ്ട്. വിശ്വാസത്തിൽ വന്ന് ഒരു 5-8 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും ഈ വിശ്വാസിക്ക് ഒരു തോന്നലാണ്, ഞാൻ ആരൊക്കെയായി, ഞാൻ എന്തൊക്കെയോ പഠിച്ചു, ഇപ്പോൾ ഈ എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ച വ്യക്തിക്ക് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്റെ വിളിയെ വരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ സഭാന്തരീക്ഷത്തിലുണ്ട്. അത് മാനുഷികമാണ്, അത് വന്നു ഭവിക്കുക തന്നെ ചെയ്യും. അത് വന്നു ഭവിക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് കൗണ്ടർ ചെയ്യുന്നത്? അപ്പോസ്തലനായ പൗലോസ് അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ അതിശ്രേഷ്ഠമായ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയുമ്പോൾ അതിന് ന്യായങ്ങളും താൻ അവിടെ നിർത്തുന്നുണ്ട്. തന്റെ അപ്പോസ്തലൻഷിപ്പിന്റെ ന്യായങ്ങൾ നിർത്തുവാനല്ല ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്ന വിഷയം. ഇവിടെ തിമത്യോസിന് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന അപ്പോസ്തലൻഷിപ്പ് അല്ലെങ്കിൽ അപ്പോസ്തോലത്വം എന്ന നിയോഗത്തിന്റെ പ്രാധാന്യം തിമത്യോസ് വ്യക്തമായി മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അതിൽ 2 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് എഴുതുന്നത്. മറ്റ് 11 അപ്പോസ്തലന്മാരെ പോലെ താൻ തുല്യ സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതൊന്നുമല്ല തിമത്യോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്ന വിഷയം. ശിഷ്യനായിരിക്കുന്ന തിമത്യോസിനെ പൗലോസ് ഒരു നിയോഗം ഏൽപ്പിച്ചു വെച്ചിരിക്കുക. പൗലോസ് മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നു, സ്ഥലം സഭയുടെ പരിപാലനം, അല്ലെങ്കിൽ സ്ഥലം സഭയിൽ പരിപാലകരെ, ശുശ്രൂഷകന്മാരെ, ഇടയന്മാരെ നിയമിച്ചാക്കുക. പൗലോസ് നിര്യാണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ തലമുറയ്ക്ക്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, എപ്പോഴും അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പാതി ഒരുക്കുന്നവരായിരിക്കും, അല്ലെ അവരെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ സീറ്റ് ഒഴിയുവാനായിട്ട്. നമ്മൾ വേദി വിട്ട് കഴിയുമ്പോൾ, ശുശ്രൂഷാസ്ഥാനത്ത് നീക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, ശുശ്രൂഷ എങ്ങനെ ചെയ്യണം അറിയാത്ത ഒരു കൂട്ടം ആളുകൾ. ചില വീടുകളിലും അങ്ങനെയുണ്ട്. മക്കളെ ഒരു കാര്യം അറിയിക്കത്തില്ല, അപ്പൻ തന്നെ എല്ലാ കാര്യവും ചെയ്യും. അന്ത്യശ്വാസം വരെ അപ്പൻ തന്നെ ഒരു കാര്യവും അറിയത്തില്ല, ഭാര്യയ്ക്കും അറിയത്തില്ല, മക്കൾക്കും അറിയത്തില്ല, അപ്പൻ തന്നെ എല്ലാ കാര്യവും ചെയ്യും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്പൻ മരിച്ചു പോയാൽ ഭാര്യയ്ക്കും അറിയത്തില്ല, വേറെ ബോർഡ്സ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ എവിടെയാണ്, സ്ഥലത്തിന്റെ ആധാരം എവിടെ, ബാങ്ക് ഡിപ്പോസിറ്റ്, അതിന്റെ ഡോക്യുമെന്റ്സ് എവിടെ, കാര്യങ്ങൾ ഒരു പിടിയുമില്ല. ചില കുഞ്ഞുങ്ങൾക്ക് എവിടെയാ ബാങ്ക് എന്ന് പോലും അറിയില്ല. എന്നാൽ ചില പേരൻസ് പിള്ളേർ വളർന്നു വരുമ്പോൾ അവരെ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി, ഇതാണ് ബാങ്ക്, ഇവിടെ ഇങ്ങനെയാണ് പ്രോസസ്സിങ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിലും വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ തന്റെ ഭാര്യയോ കുടുംബത്തിൽ മൂത്ത മകനോ എന്ത് ചെയ്യും? ഈ വീടിന്റെ രേഖകൾ ഇരിക്കുന്ന സ്ഥാനങ്ങളും കാര്യങ്ങളും, എനിക്കൊരു പെട്ടെന്ന് ആപത്ത് സംഭവിച്ചാൽ ഇന്ന കാര്യങ്ങളാണ്, ആ ഫയൽ എടുത്ത് നോക്കി എല്ലാ കാര്യവും അതിലുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ പിതാവ് കടന്നു പോയാലും കുടുംബം മുന്നോട്ട് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ. ചില ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ചില ബിസിനസ് കാരണം പിതാക്കന്മാർ തന്നെ നടത്തും, മക്കൾക്ക് അതറിയത്തില്ല. ഇതുപോലെ തന്നെ സ്ഥലം സഭയുടെ കാര്യവും. സ്ഥലം സഭയിൽ സുവിശേഷകന്മാരും മൂപ്പന്മാരും സഭയുടെ ശുശ്രൂഷകൾ ചെയ്തു പോകുമ്പോൾ അടുത്തൊരു തലമുറയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ, ഈ ശുശ്രൂഷയുടെ മഹത്വം പറഞ്ഞു കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ, ഇവരുടെ കാലത്തോടുകൂടി വലിയൊരു ശൂന്യത സഭയിൽ ഉണ്ടാകും. ഈ ഒരു അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. തിമത്യോസിനോടുള്ള ബന്ധത്തിൽ പൗലോസ് ശ്രദ്ധിച്ച ഒരു വിഷയവും ഇതുതന്നെയാണ്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് വിഷയം പറഞ്ഞതിന്റെ കാര്യം, 1-ാം ലേഖനത്തിൽ പറഞ്ഞ അതേ വിഷയങ്ങൾ തന്നെയാണ് 2-ാം ലേഖനത്തിലും പൗലോസ് ദൈവാത്മാവിൽ എടുത്ത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ആ വിഷയങ്ങൾക്ക് അത്ര പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പൗലോസ് ഒന്നാമതായിട്ട് തന്റെ അപ്പോസ്തലൻഷിപ്പ്, തന്റെ അപ്പോസ്തോലത്വം എത്ര ഗൗരവമുള്ളതാണ് എന്നത്, താൻ സ്വയമായിട്ട് തിരഞ്ഞെടുത്തതല്ല ഈ അപ്പോസ്തലൻഷിപ്പ് എന്നതാണ് പൗലോസ് ആദ്യമായിട്ട് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്ന വിഷയം. ഇത് ദൈവ ഇഷ്ടത്താൽ ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവം എന്നോട് കൽപ്പിച്ചു, ഞാൻ അത് അനുസരിച്ചു എന്നത് മാത്രമേ ഈ അപ്പോസ്തലൻഷിപ്പിലുള്ളൂ. അപ്പൊ സുവിശേഷകന്മാരായിട്ടും മൂപ്പന്മാരായിട്ടും ഡീക്കന്മാരായിട്ടൊക്കെ സഭയിൽ ശുശ്രൂഷകളിൽ നിൽക്കുന്നവർ അവരുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന വിഷയം, ഇത് ദൈവം ഏൽപ്പിച്ചു, ഞാൻ അനുസരിക്കുന്നു എന്നുള്ളതാണ്. സ്വയമായി ആ സ്ഥാനം ആരും ഏറ്റെടുക്കുന്നില്ല എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവം ഏൽപ്പിച്ചിട്ട് ആ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഈ ശുശ്രൂഷകന്മാർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പൗലോസ് തന്റെ ജീവിതത്തിൽ അപ്പോസ്തലൻഷിപ്പ് അല്ലെങ്കിൽ തന്റെ അപ്പോസ്തോലത്വം എത്ര ഗൗരവത്തോടെ എടുത്തു പറയുമ്പോൾ, പൗലോസ് തിമത്യോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, തിമത്യോസെ, നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ശുശ്രൂഷയുടെ മഹത്വം നീ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അതിന് ഇത്ര പ്രാധാന്യം നീ കൊടുക്കണം, അതൊരു ദൈവനിയോഗമാണ് എന്നുള്ള വിഷയം നിന്റെ ഹൃദയത്തെ ഭരിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ പാനീയമായി ഒഴിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ കൊടുക്കുമ്പോൾ
തിമത്യോസിന് അതിൽ എന്തെല്ലാം അവന്റെ മനസ്സിന്റെ ഭാരങ്ങൾ എന്തെല്ലാമാണെന്ന് പൗലോസ് മുന്നമേ കാണുന്നു. അതാണ് ഈ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു പ്രത്യേകത. ഗുരുവിന് ഒരു പ്രയാസം വരുമ്പോൾ ശിഷ്യന് അത് ശരിക്കും ഫീൽ ചെയ്യും, ശിഷ്യന് പ്രയാസം വരുമ്പോൾ ഗുരുവിനും അത് ഫീൽ ചെയ്യും. അതാണ് ഗുരു ശിഷ്യ ബന്ധം. ഒരു പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ വിശ്വാസത്തിൽ നിജപുത്രൻ പൗലോസ് വിശ്വാസത്തിൽ പുത്രനായി കൊണ്ടുനിറക്കുന്ന മകനായി കൊണ്ടുനിറക്കുന്ന തിമത്യോസിന്റെ ഹൃദയഭാരത്തെ വ്യക്തമായിട്ട് പൗലോസ് ഉൾക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് ഈ 2-ാം ലേഖനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആ വിഷയം എഴുതി ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് താൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം, അതിലുപരി ഏറ്റവും ശ്രേഷ്ഠമായിട്ടിരിക്കുന്ന ഒരു വിഷയം ദൈവത്തിന്റെ നിയോഗം എന്നുള്ളത്. ദൈവ ഇഷ്ടത്താൽ ഞാൻ അപ്പോസ്തോലനായിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല അപ്പോസ്തോലനായിരിക്കുന്നത്. എന്നാൽ തന്റെ അപ്പോസ്തോലത്വത്തെ ചോദ്യം ചെയ്തവരോട് താൻ സംവാദിക്കുമ്പോൾ പറയുന്നത്, മറ്റ് അപ്പോസ്തോലന്മാരെക്കാട്ടിൽ ഒട്ടും യോഗ്യത കുറഞ്ഞവനല്ല ഞാൻ, അവരെക്കാൾ കൂടുതൽ വെളിപ്പാടുകൾ ഞാൻ പ്രാപിച്ചിട്ടുണ്ട് എന്ന് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ തന്റെ സ്ഥാനീയ പദവികളെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പാകെ ന്യായം പറയുവാനും പൗലോസ് ശ്രദ്ധിച്ചിരുന്നു. അതിന് കാരണം ഈ ദൈവനിയോഗം സംബന്ധിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ്. പലപ്പോഴും സുവിശേഷന്മാരുടെ വിളിയെക്കുറിച്ച് സഭകൾ ചോദ്യം കമന്റ് ചെയ്യും. ശുശ്രൂഷകൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊരു ചിന്തയുണ്ട്, സുവിശേഷൻ സഭയ്ക്ക് കീഴടങ്ങിയിരിക്കണം. നമ്മൾ അങ്ങനെ പഠിക്കും, കീഴടങ്ങിയിരിക്കണം, മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഈ കീഴടക്കി ഇപ്പൊ ഒരുമാതിരി എന്താ പറയുക, മൊത്തം ഒരു കീഴടക്കലായിട്ട് മാറിയിരിക്കുന്നതുകൊണ്ട് അവസാനം അദ്ദേഹത്തിന്റെ വിളിയെ പോലും ചോദ്യം ചെയ്യാൻ കമന്റേഷൻ പിൻവലിക്കും. അപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇവർ എന്ത് ബോധ്യത്തിലാണ് ഈ കമന്റേഷൻ കൊടുത്തത്? അപ്പോൾ ദൈവനിയോഗം എന്നുള്ള ബോധ്യമില്ലാതെ തന്നിഷ്ടപ്രകാരം തങ്ങളുടെ സ്വന്തം ആശയപ്രകാരം കമന്റേഷൻ കൊടുക്കുന്ന ഒരു ചിന്ത മാനുഷികമായ നിലയിൽ വരുന്നുണ്ട് ഇങ്ങനെ പ്രതിഭാസങ്ങൾ വരുന്നത്. അത് യോഗ്യമല്ല. ദൈവനിയോഗത്താൽ നമ്മൾ ഒരു വ്യക്തിയെ സുവിശേഷകനായിട്ടോ മൂപ്പനായിട്ടോ ഡീക്കനായിട്ടോ അംഗീകരിച്ച് സഭയിൽ ശുശ്രൂഷ കൊടുത്താൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടാകുമ്പോൾ ഒഴിവാക്കി നിർത്താൻ അത് ഈ സഭ എന്ന് പറയുന്നത് നമ്മുടെ കുത്തകയല്ല. അത് ദൈവസഭയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്ന ഒരു ശുശ്രൂഷകനെ നമുക്ക് തോന്നുമ്പോൾ അവിടെ നിർത്തി മാറ്റിയിരുത്തുവാൻ ദൈവം നമ്മളെ അവിടെ ആക്കിയിട്ടില്ല. ഒരു വിശ്വാസി അവിടെ ആക്കിയിട്ടില്ല, ഒരു മൂപ്പനെ ആ സഭയിൽ ആക്കിയിട്ടില്ല. അതാണ് ദൈവവചനത്തിന്റെ പ്രമാണം. ഇന്ന് അതൊക്കെ വിട്ട് നമ്മൾ തൻപോരിമ കാണിക്കുക. അത് പൗലോസ് അപ്പോസ്തോലനിലെ കൊരിന്തിലെ സഭയിലെ വിശ്വാസികൾ പൗലോസിന്റെ അപ്പോസ്തോലത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ പൗലോസ് അതിന് ന്യായവാദങ്ങൾ നടത്തിയെങ്കിലും വളരെ സഹിഷ്ണുതയോടെ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വാക്കുകൾ തിമത്യോസിന് എഴുതി വരുമ്പോൾ, തന്റെ അന്ത്യവാക്കുകൾ എഴുതി വരുമ്പോൾ പൗലോസ് തന്റെ സുവിശേഷ പ്രവർത്തന രംഗത്ത് എത്ര കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ സുവിശേഷ വേല, സുവിശേഷകനായിരിക്കുക, മൂപ്പനായിരിക്കുക, മൂപ്പന്റെ ശുശ്രൂഷ ചെയ്യുക, ഇത് വിശ്വസ്തയോടെ ദൈവകൃപയ്ക്കനുസരിച്ച് ദൈവനിയോഗമാണെന്ന് മനസ്സിലാക്കി വചനപ്രകാരം ചെയ്യുന്ന വ്യക്തികൾക്ക് ശുശ്രൂഷ എളുപ്പമല്ല. അത് വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒന്നാണ്. എന്നാൽ അതിൽ ന്യായങ്ങൾ നികത്തി അത് ദൈവനിയോഗമാണെന്ന് വ്യക്തിപരമായ ബോധ്യമുണ്ടെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട്, ആ ന്യായം ബാധിക്കുവാൻ നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവരോട് സംവാദിക്കണം എന്ന് പറയുമ്പോൾ ദൈവനിയോഗത്തെക്കുറിച്ച് നമുക്കുള്ള ബോധ്യം, വ്യക്തിപരമായിട്ടുള്ള ബോധ്യം, സഭ ഏൽപ്പിച്ച ശുശ്രൂഷയെക്കുറിച്ചുള്ള ബോധ്യം, സഭ ഒരിക്കൽ അംഗീകരിച്ചു പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അംഗീകരിക്കാതിരിക്കുക, ഇതൊന്നും ദൈവികമല്ല, വേദപുസ്തകപരവുമല്ല, പക്ക ജഡികമാണ്, പ്രാകൃതമാണ്. ദൈവം ഒരു വ്യക്തിയെ ശുശ്രൂഷകനാക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ ആ നിയോഗത്തോടെയാണ്. താൻ ഒരു പക്ഷേ തന്റെ ജീവിത സാക്ഷ്യക്കേടുകൊണ്ട് താൻ അല്പകാലത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നാലും തന്റെ നിയോഗത്തിന് മാറ്റം വരുന്നില്ല. അപ്പൊ നമ്മളൊരു വ്യക്തി അങ്ങ് ശുശ്രൂഷകൻ അങ്ങ് ഇല്ലാതാക്കി കളയേണ്ട, അത് മാനുഷിക പ്രവണതയാണ്, അത് സ്വാഭാവികമായി വരുന്ന. പക്ഷേ ദൈവസഭയിൽ അങ്ങനെ ആകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തു പറയുന്നത്. ഞാനിങ്ങനെ ഈ വിഷയം പറഞ്ഞതിന് കാരണം, ഈ പൗലോസ് തിമത്യോസിന് ഈ ലേഖനങ്ങൾ എഴുതി പറഞ്ഞ് മുമ്പോട്ട് വെച്ച് കൊടുക്കുമ്പോൾ മൂപ്പന്മാരുടെ യോഗ്യതയും സുവിശേഷന്മാരുടെ യോഗ്യതയും സഭയിലുള്ള സഹോദരിമാർക്കുള്ള യോഗ്യത, മുതിർന്ന സ്ത്രീകൾക്കുള്ള യോഗ്യതകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തിമത്യോസ് എന്ന് പറയുന്ന യുവ വിശ്വാസി, യുവ സഹോദരൻ, യുവ ശുശ്രൂഷകൻ സഭയിൽ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയുടെ ഘനവും ഗൗരവവും ശുശ്രൂഷിക്കുന്ന തിമത്യോസിന് ആദ്യം ഉണ്ടാകണം. കേൾക്കുന്ന വിശ്വാസികൾക്കും അത് ഉണ്ടാകേണ്ടത് ആവശ്യം. സഭാ ശുശ്രൂഷകരെ മാനിക്കുന്ന ഒരു മനോഭാവം വിശ്വാസികൾക്ക് ഉണ്ടാകണം. നമ്മുടെയൊക്കെ ചിന്താഗതി, നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്താൽ സുവിശേഷം നമ്മുടെ അടിമയാണ്. പലരും റബ്ബർ വെട്ടാനും പശുവിനെ മേയ്ക്കാനും ഒക്കെയാണ് സുവിശേഷന്മാരെ വിളിക്കുക. അതാണ് സുവിശേഷകന്റെ വേല എന്നാണ് പല വിശ്വാസികളുടെ വിളി. മൂപ്പന്മാരുടെ ജോലി എന്താ? അവർ സഭയിൽ മുന്നേ വന്നിരിക്കുക, രോഗം വന്നാൽ പ്രാർത്ഥിക്കുക,
ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഒരു കുടുംബത്തെ, ആത്മീക കുടുംബത്തെ കൊണ്ടു നടക്കുമ്പോൾ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നെങ്കിലും ഈ റബ്ബർ വെട്ടാനും പശുവിനെ വളർത്താനൊന്നുമല്ല ദൈവ സുവിശേഷന്മാരെ വിളിച്ചിരിക്കുന്നു. സഭയുടെ ആത്മീക കാര്യങ്ങൾ നോക്കുവാനായിട്ടാണ്. ആ ബോധ്യം ആദ്യം സുവിശേഷന്മാർക്ക് ഉണ്ടാകണം, രണ്ടാമത് വിശ്വാസികൾക്ക് ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം സഭയിൽ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല. പൗലോസ് കൂടാരപ്പണി ചെയ്ത് ശുശ്രൂഷ ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ്. സത്യം പറയുമ്പോൾ ജഡികന്മാരായ വിശ്വാസികൾ അതിനെതിരെ പ്രതികരിക്കും, സഹപ്രവർത്തകർ അതിനെതിരെ പ്രവർത്തിക്കും. നമ്മൾ വായിക്കുന്നത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അപ്പോൾ പൗലോസ് ഈ വാക്ക് പറഞ്ഞ് ഞാൻ ആമുഖമായിട്ട് ഈ വിഷയം പറയാൻ കാരണം, ഇനി താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് തന്റെ സുവിശേഷ പ്രവർത്തന രംഗത്ത് കടന്നുപോയ തീക്കനലിന്റെ അനുഭവങ്ങൾ വ്യക്തമായി കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് തിമോത്തിയോസ്. ഉപദേശത്തിന് വേണ്ടി സംവാദം നടത്തുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇതിന് അവർ കടന്നു പോകുന്ന കഠിന അനുഭവങ്ങൾ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത കഠിനമായ അനുഭവങ്ങളുടെ അവർ കടന്നു പോകുന്നു. എങ്കിലും അവർ പതറിപ്പോകാതെ ഉപദേശങ്ങൾക്ക് വേണ്ടി മുറുകെ പിടിച്ചു നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരും പ്രതികൂലമായി ഒറ്റപ്പെടുത്തി അവിടെ നിർത്തും. പക്ഷെ എന്ത് സംഭവിക്കും? സത്യത്തെ സ്നേഹിക്കുന്ന, വചനത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടം, ഒരു ശേഷിപ്പ് രഹസ്യമായി മൗനമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യും. ആ ഒരു കാലം കഴിയുമ്പോൾ, എന്നാൽ തേനീച്ച പോലെ വരുന്ന ശത്രുക്കൾക്ക് മുമ്പിൽ, വിശ്വാസികൾക്ക് മുമ്പിൽ ഇവർ പതറാതെ നിൽക്കണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഫീലിംഗ്, അതായത് ആത്മീക ശുശ്രൂഷ രംഗത്ത് ജഡികന്മാരായിരിക്കുന്ന, വചനവിധേയത്വമില്ലാത്ത വിശ്വാസികളിൽ നിന്ന് അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ നിൽക്കുവാനായിട്ട് തിമോത്തിയോസിന് ഒരു ട്രെയിനിങ് കൊടുക്കുവാനായിട്ടാണ് പൗലോസ് ഇത്രയും കാലം ട്രെയിനിങ് കൂടെ നടത്തി. ഇതിനു മുമ്പ് തിമോത്തിയോസ് പലയിടത്തും പോയപ്പോൾ പല പ്രശ്നമുണ്ടായി. എന്നാൽ പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. പൗലോസ് ചെന്ന് തോളോട് ചേർത്ത്, മാറോട് ചേർത്ത് നിർത്തി, ഒരു പിതാവ് തന്റെ മകനെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ബലപ്പെടുത്തുന്നത് പോലെ ആ ഒരവസ്ഥ തനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൗലോസ് തന്റെ മരണം മുന്നിൽ കാണുമ്പോൾ ഇതൊരു രേഖയാക്കി കയ്യിലോട്ട് കൊടുക്കുക. ഈ രേഖയായിട്ട് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ പൗലോസ് ആ ഗ്രീറ്റിംഗ്സ് പറഞ്ഞതിന് ശേഷം അടുത്ത 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ നമ്മുടെ കണ്ണു നിറയും. നമ്മൾ പലപ്പോഴും വചനം ഇങ്ങനെ കാഷ്വലായിട്ട് വായിച്ചു പോകും. എന്നാൽ ഓരോ വാക്കിനെ നമ്മളൊന്ന് ചിന്തിച്ച് വിശകലനം ചെയ്ത് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയഭാവം, പൗലോസ് ആ വരികൾ എഴുതുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ ഭരിച്ച ആ ഹൃദയഭാവത്തെ നമുക്ക് നന്നായിട്ട് കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, റോമിൽ വെച്ച് പൗലോസിന് 2 ഘട്ടമായിട്ടാണ് കാരാഗ്രഹവാസം അല്ലെങ്കിൽ ജയിൽവാസം ഉണ്ടായത്. ആദ്യത്തെ വാസം ഒരു വീട്ടുതടങ്കൽ പോലെ, തനിക്ക് സ്വാതന്ത്ര്യത്തോടെ എഴുതുവാനും മറ്റുള്ളവരെ കാണുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു പീരീഡ് ആയിരുന്നു ആദ്യത്തെ ജയിൽവാസം. അതിനുശേഷം കുറച്ചു കാലത്തേക്ക്, ഒരു 3-4 വർഷത്തേക്ക് തനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. താൻ ആ മിഷണറി യാത്ര വീണ്ടും തുടർന്നു. പിന്നീട് വീണ്ടും അറസ്റ്റിലായി. എന്നാൽ ഇപ്രാവശ്യം അറസ്റ്റിലായപ്പോൾ തന്നെ ശരിക്കുള്ള ജയിലിൽ അടച്ചിരിക്കുക, താൻ ഇവിടെ ഏകാന്തനായിട്ട് ഏകാന്തതയിൽ താൻ ഇരിക്കുകയാണ്. ആ ഏകാന്തതയുടെ വിഷമതകൾ ഈ 2-ാം ലേഖനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട്. ഒന്ന്, ഏകാന്തതയുടെ വിഷമത. പിന്നെ പൗലോസ് ഒരു കാര്യം മനസ്സിലാക്കിയാണ്, ഈ ജയിലിൽ നിന്ന് ഇനി എനിക്ക് പുറത്തേക്കൊരു മോചനമില്ല, ശുശ്രൂഷകളിലേക്കൊരു മടങ്ങിപ്പോക്കില്ല, സഭകളിലേക്കൊരു മടങ്ങിപ്പോക്കില്ല. എൻ്റെ ജീവിതത്തിന്റെ അന്ത്യനാഴിക ഈ ജയിലറയ്ക്കുള്ളിലാണ് എന്നുള്ള യാഥാർത്ഥ്യം പൗലോസ് മനസ്സിലാക്കി തന്റെ ഹൃദയത്തിന്റെ ഭാവം മുഴുവനും തന്റെ അരുമശിഷ്യനായിരിക്കുന്ന തിമോത്തിയോസിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പൗലോസ് കുറിക്കുന്ന ഓരോ വാക്കുകളിലും ആ പൗലോസിന്റെ ഹൃദയത്തിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണീർ തുള്ളികൾ ആ ലെറ്ററിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഭയത്തിന്റെ, മരണത്തെക്കുറിച്ചുള്ള ഭയത്തിന്റെ അല്ല, ജയിൽവാസത്തെക്കുറിച്ചുള്ള ഭീതിയുടെ ഭയമല്ല. താൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന തന്റെ അരുമശിഷ്യനായിരിക്കുന്ന തിമോത്തിയോസും തീത്തോസും പോലുള്ള ശുശ്രൂഷകന്മാർ, അവർ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാനായിട്ട് പൗലോസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. ഒരു ആത്മീക ശുശ്രൂഷ, ഒരു സഭയിൽ ശുശ്രൂഷകനായിരിക്കുക എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമല്ല. ചില രാത്രികൾ ഉറക്കം നഷ്ടപ്പെടും, ചിലപ്പോൾ മുട്ടിൽ നിന്ന് കരയേണ്ടി വരും, ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. അത്രമാത്രം വിഷയങ്ങൾ ഇന്ന് അതൊന്നും ഇല്ല. അതുകൊണ്ടാണ് സഭകളൊക്കെ ഇങ്ങനെയായി പോകുന്നത്. അത് പൗലോസ് ഇവിടെ ആ തന്റെ ഹൃദയഭാവത്തെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ആദ്യത്തെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചു. ഭംഗിവാക്കാൻ നമ്മൾ കത്തെഴുതുമ്പോൾ ഇവിടെ സുഖം അവിടെ സുഖം, ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥന, നമ്മൾ ഒരു സഹോദരനെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ആ സഹോദരനെ പ്രാർത്ഥനയിൽ ഓർത്തിട്ടുണ്ടാവില്ല. പിന്നെ കാണുമ്പോൾ സഹോദര പ്രാർത്ഥനയിൽ ഓർക്കാം. ആ പറഞ്ഞതല്ലാതെ പിന്നെ ഓർക്കുന്ന അനുഭവം നമ്മുടെ പലരുടെയും ജീവിതത്തിലില്ല. എന്നാൽ ചിലർ വളരെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കാം, അത് ന്യായം. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. പൗലോസ് ഇപ്പോൾ 2-ാം വട്ടം
ജയിലറയ്ക്കുള്ളിൽ, താൻ ജയിലിനുള്ളിലായിരിക്കുകയാണ്. അവിടെ വെച്ച് താൻ തന്റെ അന്തിമ വാക്കുകൾ തിമത്യോസിന് എഴുതി കൊടുക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്ക്, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ. എന്തുകൊണ്ടാണ് ആ വാക്ക് അവിടെ പ്രത്യേകം? ഒരു നിമിഷത്തെ ഗ്യാപ്പ് പോലും ഇല്ലാതെ തിമത്യോസിനെ കുറിച്ചുള്ള ജാഗ്രതയോടെ ഇപ്പോൾ പൗലോസ് ആയിരിക്കും. ഇത്രയും കാലം സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം പൗലോസിനെ ഭരിച്ചു. സഭകൾക്ക് വേണ്ടിയുള്ള കരുതൽ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ താൻ 2ാം വട്ടം ജയിലറയിൽ ഇരുന്ന താൻ അവസാന വരികൾ കുറിച്ച് തിമത്യോസിന് കൊടുക്കുമ്പോൾ പൗലോസിന്റെ രാവും പകലും, ഉറക്കത്തിലും പകലത്തെ അനുഭവത്തിലും, ശരിക്കും ഉറങ്ങാൻ പോലും നമുക്കറിയാം, അന്നത്തെ റോമൻ കാരാഗ്രഹത്തെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, ഉറക്കം പോയിട്ടൊന്ന് ചെവ്വേനേരം ഇരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് അവിടെ ആയിരിക്കുന്നത്. എന്നാൽ രാവും പകലും, അതുകൊണ്ട് ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോഴൊന്നും പറയാതെ രാവും പകലും, രാത്രിയും പകലും തിമത്യോസിനെ കുറിച്ചുള്ള ചിന്തകൾ, തിമത്യോസിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ചിന്തകൾ പൗലോസിനെ ഭരിച്ചിരുന്നു. എന്നിട്ട് അടുത്ത വാക്കാണ് ഏറ്റവും പ്രത്യേകം, നിന്നെ ഞാൻ സ്മരിച്ചു, നിന്നെ ഞാൻ ഓർത്തു, എൻ്റെ പ്രാർത്ഥന നിന്നെ ഞാൻ ഓർത്തു. ഒരു ശുശ്രൂഷകന്മാർ, തലം സഭയുടെ ശുശ്രൂഷകന്മാർ, സുവിശേഷകന്മാരായാലും മൂപ്പന്മാരായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അവർക്ക് പിൻപറ്റുവാൻ കിട്ടുന്ന ഒരു മാതൃക, തൻ്റെ സഭയിലെ തൻ്റെ കൈക്കീഴിലുള്ള ആടുകൾക്ക് വേണ്ടി, കുഞ്ഞാടുകൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന വ്യക്തികളായിരിക്കണം. അടുത്ത തലമുറയെ നമ്മൾ സഭയിൽ വാർത്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശിഷ്യപ്പെടുത്തുന്ന ആ യുവാക്കന്മാരെ കുറിച്ച്, ആ ശുശ്രൂഷകരെ കുറിച്ച് ദൈവസന്നയിൽ വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം, അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും വേണ്ടി. അപ്പോൾ ആത്മീയ ശുശ്രൂഷ നിസ്സാര കാര്യമല്ല. ഇന്ന് പലർക്കും അതൊരു ചടങ്ങാണ്. ഒരു പ്രായമ്പോ മൂപ്പനായി, കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ മൂപ്പനായി, ഇത് സിസ്റ്റമായിട്ട് പോകുന്നു. സുവിശേഷന്മാർ ചില ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നു, വേലയ്ക്ക് വരുന്നു, അവർ സുവിശേഷന്മാർ, ഇതൊരു സിസ്റ്റമായിട്ടങ്ങ് മാറി. പക്ഷെ ഈ സിസ്റ്റങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് സഭയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ ദൈവനിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യം ഈ ശുശ്രൂഷകന്മാർക്ക് ആദ്യമായിട്ട് ഉണ്ടാകണം. പൗലോസ് എന്തുകൊണ്ടാണ് തിമത്യോസിനെ കുറിച്ച് ഇത്രയും കൺസേൺഡ് ആയത്? പൗലോസ് പറയുന്നത്, ഞാൻ ദൈവേഷ്ടപ്രകാരം ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായിരിക്കുന്നു. ആ അപ്പോസ്തോലത്വത്തിന്റെ ആധികാരികത, ആ കൃപകൾ തന്റെ ശിഷ്യനായിരിക്കുന്ന തിമത്യോസിന്റെ മേൽ കൈവച്ച് പകർന്നു കൊടുത്തപ്പോൾ ആ നിയോഗത്തിന്റെ മഹത്വം തിമത്യോസ് വ്യക്തമായി ഉൾക്കൊള്ളുവാൻ വേണ്ടി പൗലോസ് തിമത്യോസിനു വേണ്ടി രാവും പകലും ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. നിന്നെ ഞാൻ രാവും പകലും പ്രാർത്ഥനയിൽ സ്മരിച്ചുകൊണ്ട്, അത് ഭംഗിവാക്കല്ല, തന്റെ ഹൃദയം അങ്ങനെ തന്നെ തുറന്നു കാണിക്കുക തിമത്യോസിന്. അത് തിമത്യോസിന് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് പൗലോസ് രാത്രിയും പകലും പ്രാർത്ഥിച്ചു, ഒരു സെന്റൻസ് പ്രാർത്ഥിച്ചു. പക്ഷേ തിമത്യോസ് ആ വാക്കുകൾ വായിക്കുമ്പോൾ തിമത്യോസിന്റെ കണ്ണുകൾ താനെ നിറഞ്ഞൊഴുകും. കാരണം പൗലോസിന്റെ കൂടെ നടന്ന ആ അനുഭവം, താൻ എത്രത്തോളം പൗലോസ് തന്നെ സ്നേഹിച്ചിരുന്നു, തന്നെ കരുതിയിരുന്നു, തന്നെ ട്രെയിൻ ചെയ്യുവാനായിട്ട് പൗലോസ് എത്രത്തോളം ഇഫോർട്ട് എടുത്തിരുന്നു എന്നുള്ള വിഷയം തിമത്യോസിന് അറിയാം. ഇനി അടുത്ത വാക്കാണ് ഏറ്റവും വലിയൊരു വിഷയം. അടുത്ത വാക്ക് വായിക്കുന്നത്, നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും. എന്നാ തിമത്യോസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പൗലോസ് മരിക്കുന്ന വിഷയത്തിൽ തിമത്യോസിന് ദുഃഖം ഉണ്ടാകാം. പക്ഷെ ഇവിടുത്തെ കണ്ണുനീര് എന്ത് കണ്ണുനീരാ? പൗലോസ്, ദൈവാത്മാവ് തിമത്യോസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ സഭാപരിപാലനമാണ്. ഈ സഭാപരിപാലന ശുശ്രൂഷയിൽ തിമത്യോസ് ഒഴുക്കേണ്ടി വരുന്ന കണ്ണുനീരുകളുടെ അളവുകളെ കുറിച്ച് പൗലോസ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കാരണം പൗലോസ് ഇത് കണ്ണുനീര് ഒത്തിരി ഒഴുക്കിയതാണ്. അവന്റെ ജീവിതത്തിലെ ആത്മീക സഭാ ശുശ്രൂഷ രംഗത്തെ അനുഭവങ്ങളുടെ മുമ്പാകെ തിമത്യോസ്, യുവാവായിരിക്കുന്ന തിമത്യോസ് കണ്ണുനീർ ഒഴുക്കുന്നു. ആത്മഭാരമുണ്ട്, തിക്താനുഭവങ്ങളുണ്ട്, ഇത് രണ്ടുമുണ്ട്. ഇത് തിക്താനുഭവങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോഴുണ്ട്, നമ്മൾ അതിന്റെ വിസ്തീർണത്തിലേക്ക് വരും. പക്ഷെ ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശരിക്കും ഫീൽ ചെയ്ത ഒരു വിഷയം, ഈ ദൈവനിയോഗം, അപ്പോസ്തലൻ പൗലോസിന് സഭയെക്കുറിച്ച് കൊടുത്തിരുന്ന ദൈവനിയോഗം, ആ ദൈവനിയോഗത്തിന്റെ ആഴവും വ്യാപ്തിയും പൗലോസ് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ സഭയും കർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്ത അത്രയും ഡീറ്റെയിൽ ആയിട്ട് മറ്റാരും അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത ആ പൗലോസ് ഇന്ന് മരണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ താൻ കൈവച്ചു ആ ശുശ്രൂഷ ദൗത്യം, അതിന്റെ തുടർച്ച കൈവച്ചു കൊടുത്തിരിക്കുന്ന തിമത്യോസ് കടന്നു പോകുന്ന ആത്മീക ജീവിത അനുഭവത്തെക്കുറിച്ച് പൗലോസ് മുന്നിട്ട് കാണുകയാണ്. ഈ ജയിലിൽ കടന്ന് റോമൻ കാരാഗ്രഹത്തിൽ താൻ പ്രാർത്ഥനയിൽ തിമത്യോസിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുമ്പോൾ, തിമത്യോസ് സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ, അവിടെ സഭയിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ തിമത്യോസ് ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന കഠിന അനുഭവങ്ങളെ
പൗലോസ് നേരിട്ട് കണ്ടിട്ട് മുന്നമേ കണ്ട് പറയാം, തിമത്യോസേ നീ ഒഴുക്കുന്ന കണ്ണുനീരോർത്തും. കണ്ണുനീര് ഒഴുക്കാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. ആ ഒഴുക്കപ്പെടുന്ന കണ്ണുനീരിന്റെ ഗൗരവം പൗലോസ് മുന്നമേ കണ്ട് തിമത്യോസിന് വേണ്ടി പ്രാർത്ഥിക്കുക, കൃപ കൊടുക്കണം. ആ പ്രാർത്ഥനയുടെ പിൻബലമാണ് തിമത്യോസിനെ ശുശ്രൂഷ രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ സഭയിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോഴും ശുശ്രൂഷ ചെയ്യിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഇത് നിസ്സാരപ്പെട്ട ഒരു വിഷയമല്ല. ഒരു സ്ഥലം സഭയിലെ ശുശ്രൂഷകനായിരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര വിഷയമല്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒത്തിരി കണ്ണുനീര് ചിലപ്പോൾ ഒഴുക്കേണ്ടതായിട്ട് വരും. നമ്മൾ രക്ഷയിലേക്ക് നടത്തിയ വ്യക്തികൾ തന്നെ നമ്മുടെ വിളിയെയും നിയോഗത്തെയും മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്ന അനുഭവം, രക്ഷിക്കപ്പെട്ട് നാളുകളാകുന്നതിന് മുമ്പേ തിരിഞ്ഞു നിന്ന് ചോദ്യം ചെയ്യുന്ന അനുഭവം സഭകളിൽ ഉണ്ടാകും. ഇതൊക്കെ ഫേസ് ചെയ്ത് ഈ ശുശ്രൂഷകന്മാർ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പല ശുശ്രൂഷകന്മാർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകും. ജഡികന്മാരായി പിന്മാറ്റത്തിൽ പോയിട്ട് മടങ്ങി വന്ന വിശ്വാസികളൊക്കെ സഭയുടെ മുമ്പിൽ കയറുന്ന മൂപ്പന്മാരെയും സുവിശേഷന്മാരെയും സഭയെ ഒന്നടങ്കം ചോദ്യം ചെയ്യുന്ന വേദികളായി പല സഭകളും മാറുന്നുണ്ട്, അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇത് ഇന്ന് ആരംഭിച്ചതല്ല, കൊരിന്ത്യ സഭ മുതൽ ഇങ്ങോട്ട് എല്ലാ സഭകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ജഡം ഭരിക്കുമ്പോൾ അവിടെ ദൈവിക നിയോഗത്തിന് ശുശ്രൂഷയ്ക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകത്തില്ല. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ കണ്ണുനീർ വരും. പക്ഷെ ഒരു വിഷയം, ഒരു ശുശ്രൂഷകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എവിടെയെങ്കിലും വീഴുവാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ അത് വീഴ്ത്തുവാൻ മുഖാന്തരമായ വ്യക്തികൾക്ക് ഒരിക്കലും അത് ശുഭമായി വരില്ല. മാനസാന്തരത്തിന് ദൈവം അവസരങ്ങൾ കൊടുക്കും. 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, ചിലപ്പോൾ 10-25 വർഷം അവസരം അവന് കൊടുക്കും മാനസാന്തരപ്പെടാൻ. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവം അവനോട് ഇടപെടുന്നത് ഏറ്റവും ഭയാനകമായ നിലയിലായിരിക്കും. പക്ഷെ നമുക്ക് ഈ വർഷങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് ഇത് ദൈവം ഇടപെട്ടതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു പരാജയം വിശ്വാസികൾക്കുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ദൈവ സഭാ ശുശ്രൂഷകന്മാർക്കെതിരെ അവർ 100% തികവുള്ള ഒരു നല്ല കുറവുകൾ അവരിലും വരാം. എന്നാൽ അവരിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകത്തക്കവണ്ണം അവരോട് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ശുഭം വന്നിട്ടില്ല, വന്ന ചരിത്രവും ഇല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ അത് പ്രകൃതിയുടെ ഒരു കോഴ്സ് ഓഫ് ടൈം, അല്ലെങ്കിൽ ആ കാലചക്ര പരിക്രമത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു വിപത്തെന്നാണ് ചിന്തിക്കുക. പക്ഷെ ദൈവം ആ വ്യക്തികളോട് ഇടപെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ഒരു വിഷയത്തെ മുൻകണ്ടുകൊണ്ടാണ് പൗലോസ് കണ്ണുനീർ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. എന്താ? ഈ തിമത്യോസ് ആത്മീക ശുശ്രൂഷ രംഗത്ത് നിൽക്കുമ്പോൾ സഭയിൽ താൻ അഭിമുഖീകരിക്കുവാൻ പോകുന്ന അനുഭവങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ നിൽക്കുവാൻ. ഈ സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് നല്ല ഉത്സാഹം. എന്നാൽ സുവിശേഷ വേല ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിലെ കനൽ വഴികൾ, ക്രൂരമുള്ളുകളൊക്കെ നിറഞ്ഞ അനുഭവം. പലരും ആ വഴി ഇട്ടിട്ട് സ്ഥലം വിടും, പലരും അതിനകത്ത് അങ്ങ് വീണുപോകും, ചിലര് അതിൽ ചവിട്ടി നടക്കും. ഈ ചവിട്ടി നടക്കേണ്ടവരാണ് കൃപ ലഭിച്ചവരെന്ന് പറയുന്നത്. അവരതിനെ അതിജീവിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും, ദൈവകൃപയിൽ അവരെ ആശ്രയിക്കും. അപ്പൊ തിമത്യോസിന് പൗലോസ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന്റെ കാതലായ പോയിന്റ് എന്ന് പറയുന്നത് ഇതാ. എന്ന് പറഞ്ഞാൽ, നീ ആത്മീക ശുശ്രൂഷ രംഗത്ത്, സഭാപരിപാലന രംഗത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് വീഴുവാനായിട്ട് പോകുന്ന കണ്ണുനീരിനെ ഓർത്ത് ഞാൻ ഇടവിടാതെ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്നു. നിനക്ക് കണ്ണുനീര് വരാതിരിക്കാൻ വേണ്ടിയല്ല, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. കണ്ണുനീര് വീഴും, കാരണം സഭയിൽ എല്ലാ കൂട്ടരുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ കണ്ണുനീര് വരും. അങ്ങനെ വരുമ്പോൾ കൃപയിൽ നിന്ന് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കൃപ കൊടുക്കേണ്ടതിന് വേണ്ടി പൗലോസ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത വാക്ക് നമ്മൾ വായിക്കുന്നത്, നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട്. ഇവിടെ രണ്ടുപേരുടെയും ഒരു സന്തോഷം. ഇവിടെ തിമത്യോസ് ഇപ്പൊ ജയിലിനുള്ളിൽ പൗലോസ് ജയിലിനുള്ളിൽ കിടക്കുകയാണ്. തിമത്യോസ് തനിക്ക് ലഭിച്ച നിയോഗവുമായിട്ട് എഫേസസ് സഭയോടുള്ള ബന്ധത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷ ചെയ്യുന്ന രംഗത്ത് നിൽക്കുന്നു. ഇവിടെ ഈ ദൗത്യം താൻ ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ ഭരിച്ച വിഷയം, എനിക്ക് തിമത്യോസിനെ അവസാനമായി ഒരു നോക്ക് കാണണം, എനിക്ക് അവനെ ഒന്ന് ചേർത്ത് പിടിക്കണം, സാരമില്ല, നീ ശുശ്രൂഷയിൽ മുന്നേറണമെന്ന് അവനോടൊരു വാക്ക് പറയണം എന്ന് അവനെ കെട്ടിപ്പിടിച്ച്, നേരിട്ട് കണ്ട് കെട്ടിപ്പിടിച്ച് ഒന്ന് ആശ്ലേഷിച്ചുകൊണ്ട് ഒരു പിൻബലം കൊടുക്കണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ട്. അവസരമില്ല. അതുകൊണ്ട് പൗലോസ് ആ ഹൃദയഭാവം, ഈ കത്തിലെ ഓരോ വരികൾ വായിക്കുമ്പോഴും തിമത്യോസിന്റെ ഹൃദയത്തിൽ ഭരിക്കുന്ന ഭാവം അതാണ്. പൗലോസ് തൊട്ടടുത്ത് നിന്ന് തന്നോട് ചേർന്ന് നിന്ന് തന്നെ ചേർത്ത് പിടിച്ച് തന്റെ കാതിൽ സംസാരിക്കുന്ന ഒരു അനുഭവം. എന്നിട്ട് പറയുന്നത് എന്താ? നിന്നെ നേരിട്ട് കണ്ട്, നിന്നെ കണ്ട്
സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട്. ഈ സന്തോഷം പൗലോസിനും ഉണ്ട്, പൗലോസിനെ കണ്ടാൽ തിമത്യോസിനും ഉണ്ടാവും. ഈ രണ്ടു പേരും തമ്മിലുള്ള ആ കെമിസ്ട്രി, ഹൃദയബന്ധം എന്ന് പറയുന്നത് അത്ര ഡീപ്പാണ്. ഈ ശുശ്രൂഷ രംഗത്ത് വിജയം വേണമെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെന്റ് ആവശ്യം. ഏത് ശുശ്രൂഷ വിജയിക്കണമെങ്കിൽ, ഒരു സ്ഥലസഭ നന്നായിട്ട് പോകണമെങ്കിൽ അവിടെ മൂപ്പന്മാർ തമ്മിൽ ഹൃദയപരമായ ഒരു ഐക്യമുണ്ടാകണം. സുവിശേഷകനുമായിട്ട് മൂപ്പന്മാർക്ക് ഹൃദയപരമായ ഒരു ഐക്യമുണ്ടാകണം. ഡീക്കന്മാരുമായിട്ട് മൂപ്പന്മാർക്ക് ഒരു ഐക്യമുണ്ടാകണം. ഇന്ന് പല സഭകളും മൂപ്പന്മാർ തമ്മിൽ തന്നെ ഭിന്നമായിട്ടായിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ സഭ ഒന്നിച്ചു പോവുക? സുവിശേഷന്മാര് തമ്മിൽ ഐക്യതയില്ലാതെ പിന്നെ എങ്ങനെയാണ് ഫലങ്ങൾ ഉണ്ടാകുക? ഇതൊക്കെ നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിച്ച് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇതൊരു വിഷയമല്ല. പക്ഷെ ഇവിടെ ഈ ഹൃദയത്തിന്റെ ഭാവത്തിലേക്ക് തിമത്യോസും പൗലോസും ഒന്നിച്ച് വന്നതുകൊണ്ടാണ് പൗലോസിന്റെ ശുശ്രൂഷകൾ ഇത്ര അനുഗ്രഹീതമായി തീരുവാനായിട്ട് ഇടയാക്കുന്നത്. എന്നാൽ തിമത്യോസ് തന്റെ പൗലോസിന്റെ ജീവിതയാത്രയിലെ എല്ലാ തിക്താനുഭവങ്ങളും വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പൗലോസ് ഇപ്പോൾ ആഗ്രഹിക്കുന്ന വിഷയം, നിന്നെ നേരിട്ട് കണ്ട് നിന്റെ സന്തോഷം പൂർണ്ണമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് അടുത്ത പൂർവന്മാരുടെ ദൃഷ്ടാന്ത പ്രകാരം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസം മുഖാന്തരം ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പൗലോസ് തിമത്യോസിന് എഴുതുമ്പോൾ അടുത്തതായിട്ട് ചെയ്യുന്ന വിഷയം, ഒന്നാമത്തെ വിഷയം പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവനിയോഗം, എൻ്റെ അപ്പോസ്റ്റൽഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ഞാൻ സ്വയം ആർജിച്ചെടുത്ത ഒരു വിഷയമല്ല. ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയം പൗലോസ് തിമത്യോസിന് പറഞ്ഞു ബോധ്യപ്പെടുന്ന ഒരു വിഷയം, എൻ്റെ അപ്പോസ്റ്റൽഷിപ്പ്, എൻ്റെ ശുശ്രൂഷ സ്ഥാനം, ഞാനൊരു അപ്പോസ്തോലനായിരിക്കുന്നത്, ഞാനൊരു സുവിശേഷകനായിരിക്കുന്നത്, ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, അത് ദൈവ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ആ കൽപ്പനയ്ക്ക് ഞാൻ വിധേയപ്പെട്ടത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. തന്നെ കയറി ഇരുന്ന് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ല സഭാ ശുശ്രൂഷ. അത് പൗലോസ് തിമത്യോസിന് ബോധ്യപ്പെടുത്തി. രണ്ടാമത്തെ വിഷയമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, തിമത്യോസെ, നിന്റെ കണ്ണുനീര് ഞാൻ ഈ ജയിലറയ്ക്കുള്ളിൽ ഇരുന്ന് കാണുന്നുണ്ട്. പൗലോസ് ജയിലിലായതുകൊണ്ടുള്ള കണ്ണുനീരല്ല. അതിൽ തിമത്യോസ് സ്വാഭാവികമായിട്ടും സങ്കടമുണ്ട്, അത് മനുഷ്യരാണല്ലോ, സങ്കടമുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് കാണുന്ന കണ്ണുനീർ എന്ന് പറയുന്നത് സഭാപരിപാലനത്തിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനായിട്ട് താൻ ഹൃദയഭാരം അനുഭവിക്കുന്നതിന്റെ ആ വ്യാപ്തി പൗലോസ് വ്യക്തമായിട്ട് കണ്ടിട്ട് തിമത്യോസിന് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തം, നമ്മുടെ സഭയെ ആത്മീയമായി പരിപാലിക്കുന്ന ശുശ്രൂഷകന്മാർ നമ്മൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുന്നുണ്ട് എന്നൊരു ബോധ്യം വിശ്വാസികൾക്ക് ഉണ്ടാകണം. മൂപ്പന്മാര് സുവിശേഷന്മാർ അങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കുന്നവരായിരിക്കണം, വിശ്വാസികളെ കരയിപ്പിക്കുന്നവരായിരിക്കണം. പൗലോസ് ഈ നല്ല മാതൃക കാണിച്ചു തന്നിട്ട് പറയുകയാണ്, നിന്നെ നേരിട്ടൊന്ന് കണ്ട് ഇതെനിക്കൊന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ഇനി ദിവസങ്ങളില്ല. എന്നാൽ അതിനടുത്ത വാക്യത്തെ, നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ പൗലോസ് ആദ്യം തന്റെ നിയോഗം പറഞ്ഞു, തിമത്യോസിനെ കുറിച്ചുള്ള തന്റെ കരുതൽ പറഞ്ഞു, അടുത്തായിട്ട് തിമത്യോസിനുള്ള ഒരു ബൂസ്റ്റിംഗ് ആണ്, ഒരു എൻകറേജ്മെന്റ്. എന്താണ്? നിന്റെ നിർവ്യാജ വിശ്വാസം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ ഇവിടെ പൗലോസ് തിമത്യോസിന്റെ വിശ്വാസത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം, ശുശ്രൂഷകളെ അപ്രീഷിയേറ്റ് ചെയ്യുവാനായിട്ട് പഠിക്കണം. നമ്മൾ പലപ്പോഴും ഒരു വചന ശുശ്രൂഷ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം തലമുടി ചെയ്തത് ശരിയായില്ല, താടി വളർത്തിയത് ശരിയായില്ല, മീശയുടെ ഒരു സൈഡ് ഇറങ്ങിയിരുന്നു, കണ്ണാടി വെച്ചത് ഒരു സൈഡ് പൊങ്ങിയിരുന്നു, എന്തൊക്കെ കുറ്റം കാണാമായിരുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. എന്നാൽ ആ ശുശ്രൂഷയിൽ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ സഹോദര, ദൈവത്തിന്റെ കൃപ ഇന്ന് തന്റെ സഹോദര ശുശ്രൂഷയിൽ കാണുവാനായിട്ട് ഇടയായി. എനിക്കത് വളരെ ടച്ചിങ് ആയി, പ്രയോജനമായി എന്ന് ശുശ്രൂഷകരോട്, പ്രത്യേകിച്ച് നമ്മളിത് പറയും പുറത്തുനിന്ന് വരുന്ന ശുശ്രൂഷകരോട്, വിസിറ്റിംഗ് ശുശ്രൂഷകരോട്, അവരവരുടെ സ്ഥലം സഭയിലെ ശുശ്രൂഷകൾ, ഒരു ചെറിയ വിശ്വാസി ആദ്യമായിട്ടൊരു പ്രബോധനം പറഞ്ഞാൽ, ഒരു യുവ സഹോദരൻ ഒരു പ്രബോധനം പറഞ്ഞാൽ ആ കുഞ്ഞിനെ വിളിച്ച് വളരെ നന്നായിരുന്നു, ആ ശുശ്രൂഷയിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ ശുശ്രൂഷ നന്നായിരുന്നു എന്ന് പറഞ്ഞ് തോളിലൊന്ന് തട്ടിയിട്ട് ഇന്നിന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ചേർത്താൽ, ഇന്നിന്ന കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുഞ്ഞിനുണ്ടാകുന്ന ബൂസ്റ്റിങ്, ആ യുവാവിനുണ്ടാകുന്ന ബൂസ്റ്റിങ് വളരെ വലുത്. പക്ഷെ ഒരിക്കലും നമ്മളത് ചെയ്യാറില്ല. വളരെ വിരളമായിട്ട് ചിലർ ചെയ്യാറുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നുമില്ല. എന്നാൽ അങ്ങനെ ഒരു പ്രാക്ടീസ് കോമൺ ആയിട്ട് സഭയ്ക്കുള്ളിൽ വന്നാൽ സഭയിൽ ശുശ്രൂഷകന്മാരുടെ ഷോർട്ടേജ് ഉണ്ടാകത്തില്ല. ഇവിടെ തിമത്യോസിനെ പൗലോസ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് അങ്ങനെയാണ്.
അവനിലെ കുറവുകളെ കണ്ട്, അവനിലുള്ള പോസിറ്റീവ്സുകളെ കണ്ട് രണ്ടിനെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇവിടെ നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം, തിമത്യോസിന്റെ വിശ്വാസം അത് ആത്മാർത്ഥമായ വിശ്വാസമാണ് എന്നത് പൗലോസ് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, അത് തിമത്യോസിനോട് തുറന്നു പറയുവാനായിട്ടും ഇടയായി. നമ്മുടെ സഭയിലേക്ക് ഒരു വിശ്വാസി കടന്നു വരുമ്പോൾ ആ വിശ്വാസിയുടെ വിശ്വാസം നിർവ്യാജ വിശ്വാസമാണ്, കർത്താവിൽ ആശ്രയിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളിങ്ങനെ ഒരു ചടങ്ങ് പോലെ വന്നു, ഇരുന്നു, പാട്ട് പാടി, കർത്തമേശ പങ്കെടുത്തു, വചന ശുശ്രൂഷയും കേട്ടു, ആശീർവാദം പറഞ്ഞു, നമ്മൾ പോയി. പലരും പല സഭയിലും വിശ്വാസത്തിലൊന്നും ആരൊക്കെ വന്നെന്ന് പോലും അറിയത്തില്ല. അതാണ് അവസ്ഥ. പക്ഷേ വ്യക്തിപരമായിട്ട് ഒരു അറ്റൻഡൻസ് കിട്ടുമ്പോൾ, ഒരു അറ്റൻഷൻ കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു പരിവർത്തനം, ഒരു പ്രോത്സാഹനം, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്, നമ്മളെ ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ നമുക്കറിയാം അതിന്റെ പ്രയോജനം. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിയുന്നു? ഇന്ന ശുശ്രൂഷ രംഗത്തൊക്കെ പലരും എത്തിപ്പെട്ടിരിക്കുന്നത് മറ്റ് പലരും പ്രോത്സാഹനമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അതേ സമയത്ത് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, കറക്ഷൻ കൊടുക്കുന്നത് കൊണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട്, അത് സ്ഥലം സഭയ്ക്കുള്ളിൽ ഓരോ സ്ഥലം സഭയിലും യുവാക്കന്മാരെ ആരാധനയ്ക്കൊരു ചിന്ത പറഞ്ഞാൽ, ഇരിക്കട അവിടെ, ഇനി മേലിൽ നീ എണീറ്റിയാക്കരുത് ആ പല മൂപ്പന്മാരും. അതോടെ ആ വിശ്വാസി, യുവവിശ്വാസി സഭ വിട്ടു പോയ പല അനുഭവങ്ങളും എനിക്കറിയാം. സഭയും വിട്ടു, വിശ്വാസവും വിട്ടു, പിന്നെ ആ വഴിക്കാൻ മനുഷ്യൻ വന്നിട്ടില്ല. എന്നാൽ ആ സമയത്ത് ഒരു വാക്ക്, നന്നായിരുന്നു, ഇന്ന ഭാഗങ്ങളോട് ഒന്ന് കറക്റ്റ് ചെയ്താൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാ, അവൻ ശുശ്രൂഷയിൽ വളർന്നു വന്ന നമ്മളെക്കാട്ടും വലുതായി പോകുന്നു. അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മുടെ സഭകളിൽ നാം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ നിർവ്യാജ വിശ്വാസം നിമിത്തം ഞാൻ നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നല്ല പൗലോസ് പറഞ്ഞത്. നിന്റെ നിർവ്യാജ വിശ്വാസം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് അടുത്ത വാക്ക് എന്താ പറയുന്നത്? ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിന്നിലും കാണാമെന്നല്ല പറയുന്നത്, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ തിമത്യോസ് അപ്പൻ യവനനായിരുന്നെങ്കിലും അമ്മമാര്, വല്യമ്മയും അമ്മയും യഹൂദ സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് യഹൂദ പാരമ്പര്യം, യഹൂദ വിശ്വാസം, ആ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ആ ഉപദേശം ഇവന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് പുതിയ നിയമ സത്യങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുക്കപ്പെടുന്ന വീണ്ടെടുപ്പ് എന്നുള്ള ഉപദേശ സത്യം പറഞ്ഞു മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമായിരുന്നു. അത് ഇവനിൽ ഉണ്ട്. ഈ കൈവെപ്പ്, നിയോഗം, ഇങ്ങനെയുള്ള വാക്കൊക്കെ, അഭിഷേകം, ഇങ്ങനെ വാക്കൊക്കെ ലേവ്യ യാഗങ്ങൾ പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ പൗലോസ് തിമത്യോസ് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം എന്നൊക്കെ ഈ പൗലോസ് തിമത്യോസിനോട് പറയുമ്പോൾ തിമത്യോസ് അതിന്റെ പൂർണ്ണമായ ആശയത്തിൽ അവന്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ തിമത്യോസിനെ പൗലോസ് ചൂണ്ടിക്കാണിച്ചിട്ട് എടുത്ത് പ്രത്യേകമായിട്ട് പറയുന്ന വിഷയം, നിന്റെ നിയോഗം സംബന്ധിച്ച്, നിന്നിലുള്ള വിശ്വാസം സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ് അത് അറിയുവാനായിട്ട് പൗലോസ് ശ്രമിച്ചു എന്നുള്ളത്? നമ്മുടെ സഭയിലൂടെ, നമ്മുടെ മക്കളുടെ ആത്മീക ശുശ്രൂഷയെക്കുറിച്ച്, നിയോഗത്തെക്കുറിച്ച്, അവർക്കുള്ള കഴിവിനെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. പാടാൻ കഴിവുണ്ടോ? പ്രസംഗിക്കാൻ കഴിവുണ്ടോ? അവർക്ക് പ്രാർത്ഥനയ്ക്കാണോ കൃപ കൂടുതല്, അതോ പ്രബോധനത്തിനാണോ കൃപ കൂടുതല്? ഏതാണ് അവരുടെ കൃപയെന്ന് മനസ്സിലാക്കുവാനായിട്ട് പിതാക്കന്മാർക്ക് കഴിയണം. സ്വന്തം മക്കളുടെ കാര്യം മാത്രമല്ല, സഭയിലെ മറ്റു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കൂടി അറിയാം. നമ്മൾ പലപ്പോഴും സ്വാർത്ഥര. അതുകൊണ്ട് ഞാൻ മതി, എൻ്റെ മക്കൾ മതി, എൻ്റെ കുടുംബം മതി എന്നൊരു ചിന്തയാണ് നമുക്കുള്ളത്. അതൊരു പരിധി വരെ കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് വിപത്താണ്. അവസാനം ഞാൻ മാത്രം ആണ്ട് വരും, ബാക്കിയുള്ളവരൊക്കെ സഭ വിട്ട് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഒരാട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു പ്രബോധനം പറയുമ്പോൾ അതിൽ ഇഷ്ടക്കേടുണ്ടായി അതിനെ ശാസിക്കുന്നത് നിമിത്തം ഏതെങ്കിലും യുവവിശ്വാസി വിശ്വാസം വിട്ട്, സഭ വിട്ട് പുറത്തിറങ്ങി ലോകത്തിലേക്ക് പോയാൽ ആ ആത്മാവിന്റെ കണക്ക് ചോദിക്കുന്ന ആ ആത്മാവിന്റെ ഉടയവൻ വളരെ ഗൗരവത്തോടെ നമ്മളോട് ഇടപെടും. ഈ തിമത്യോസ്, പൗലോസ് തിമത്യോസിനോട് കാണിക്കുന്ന ഈ ഒരു ഹൃദയ പാപം, ഇതിന്ന് നമുക്ക് കാണാൻ വളരെ വിരളമാണ്. വളരെ അപൂർവമായിട്ട് നമുക്ക് ഇത് കാണുവാനായിട്ട് പറ്റും, ഈ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ അതെല്ലാ ശുശ്രൂഷകന്മാർക്കും വേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു.
അപ്പോൾ ഈ നിർവ്യാജ വിശ്വാസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ട് വിഷയം, ഇത് രണ്ടും പൗലോസ് ദൈവസന്നിധിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, തിമോഥെയോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട്, തിമോഥെയോസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ സഭാ ശുശ്രൂഷകർക്ക് ദൈവസന്നിധിയിൽ നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനും നമ്മളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാനും ഇടയാകണം. അത് നമ്മുടെ നിലവാരമാണെങ്കിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ നിലവാരം അതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഒരു ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വിശ്വാസിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാനായിട്ടും ഇടയായി തീരണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ബ്രദറെ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടക്കേണ്ട കാര്യമാണ് എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. നമ്മളൊക്കെ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാലം കടന്നുപോയി, നൂറ്റാണ്ടുകൾ മാറി. ഇത് 1-ാം നൂറ്റാണ്ടല്ല ബ്രദറെ, 21-ാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞാൽ 21-ാം നൂറ്റാണ്ടിലും നാം വിശ്വസിക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ അവർ വിശ്വസിച്ച അതേ കർത്താവിനെ തന്നെയും 1-ാം നൂറ്റാണ്ടിൽ അവർ പിൻപറ്റിയ അതേ തിരുവെഴുത്തിനെ തന്നെയും ഇന്ന് നമ്മൾ പിൻപറ്റുന്നത് കൊണ്ട് ഈ പ്രമാണങ്ങൾക്ക് യാതൊരു മാറ്റമില്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ വചനപ്രകാരം കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് ഓർത്ത് നമ്മൾ വളരെ ഭയത്തോടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ വാക്കുകളൊക്കെ വായിച്ചപ്പോൾ ശരിക്കും പറയാൻ ഞാനും ദൈവസന്നിധിയിൽ ഒത്തിരി ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഈ വിഷയങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഈ വിഷയങ്ങൾ സംബന്ധിച്ചൊരു ഗ്രാഹ്യം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ സഭ എന്നുള്ള വിഷയം പഠിച്ച സഭ പരിപാലനം എന്നുള്ള വിഷയം പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞുപോയ ചില ആശയം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വെളിപ്പെടുത്തി തന്നത്. ഒരു സഭ എങ്ങനെയായിരിക്കണം, സഭയിൽ ശുശ്രൂഷകർ എങ്ങനെയായിരിക്കണം, ശുശ്രൂഷകരോട് വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, ശുശ്രൂഷകന്മാർ വിശ്വാസികളോട് എങ്ങനെയായിരിക്കണം. ഇതിലൊക്കെ വളരെ പാളിച്ചകൾ സംഭവിച്ചു പോയതുകൊണ്ടാണ് ഇന്നത്തെ സ്ഥലം സഭകൾ ശുഷ്കിച്ച് വെറുതെ ഒരു ചടങ്ങായി പോയിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ആ വിഷയത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആത്മഭാരത്തോടെ ഈ പാസ്റ്റൽ എപ്പിസോഡ്സ് പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ പൗലോസിന്റെ ഹൃദയഭാരത്തെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളുവാൻ എനിക്ക് 100% ഉൾക്കൊണ്ടു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് പൗലോസിന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭാവം. ദൈവം പൗലോസിന് കൊടുത്ത ഹൃദയഭാരം, എന്നാൽ അതിന്റെ ഒരു അംശം മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് ശ്രമിച്ചു. ഈ കണ്ണുനീർ, നീ വീഴ്ത്തുന്ന നിന്റെ കണ്ണുനീർ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ തിമോഥെയോസ് ശുശ്രൂഷ രംഗത്ത് കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളെ പൗലോസ് ഈ കാരാഗ്രഹത്തിൽ നിന്ന് വ്യക്തമായി കണ്ടു എന്നാണ് വ്യക്തം. അത് കാണുവാൻ നമുക്ക് ഇടയാകണം. സഭാ ശുശ്രൂഷകന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ആത്മീയരായ ജഡികന്മാരായ ശുശ്രൂഷകന്മാരും ഉണ്ട്, അവർ വചനത്തിന് വിരുദ്ധമായിട്ടേ ചെയ്യത്തുള്ളൂ. ആത്മീയരായ ശുശ്രൂഷകന്മാർ ഇതിനിടയിൽ കിടന്ന് ഞെരുങ്ങിക്കൊണ്ട് വളരെ ബന്ധപ്പെടുന്നുണ്ട്. പല സഭകളിൽ ഞാൻ നേരിട്ട് കണ്ട കാര്യം, അതുകൊണ്ടാണ് പറയുന്നത്. ആത്മീയരായ ശുശ്രൂഷകർ ആത്മീയമായി സഭയെ ഒന്ന് ഐക്യതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാടുപെടുമ്പോൾ അതെങ്ങനെ മാക്സിമം കുളമാക്കി കൊടുക്കാമെന്നാണ് ജഡികന്മാരായിരിക്കുന്ന ശുശ്രൂഷകന്മാരും വിശ്വാസികളും ശ്രമിക്കുന്നത്. ഈ രണ്ട് പോരാട്ടങ്ങൾക്കിടയിൽ കിടന്ന് ഈ ശുശ്രൂഷകൻ ഒഴുക്കുന്ന ഞരങ്ങുന്ന കാഴ്ചകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ചുറ്റും ഇതൊക്കെ കാണുവാനായിട്ട് പറ്റും. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇവിടെ പൗലോസ് ചെയ്യുന്ന ഒരു വിഷയം, പൗലോസ് മാനുഷിക നിലയിൽ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാതെ ദൈവസന്നിധിയിലേക്ക് ആ വിഷയം കൊടുക്കുക. പൗലോസിന്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് പൗലോസ് ഇതെല്ലാം ഒന്ന് വാക്യം ഇവിടെ ഇപ്പൊ എടുത്ത് ഉദ്ധരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. പൗലോസിന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച നിയോഗവും അതിന്റെ പ്രസക്തി, അതിന്റെ പ്രാധാന്യം, ഒരു സഭാ ശുശ്രൂഷക അല്ലെങ്കിൽ സുവിശേഷ ദൗത്യവുമായിട്ട് പൗലോസിനെ കർത്താവ് അയച്ചപ്പോൾ അതിന്റെ പൂർണ്ണമായിരിക്കുന്ന ഗൗരവം ഉൾക്കൊള്ളുവാനായിട്ട് പൗലോസിന് സാധിച്ചു. അതിൽ താൻ നേരിടേണ്ടി വന്ന അനവധി പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും പൗലോസിനെ അത് പിന്നോട്ട് വലിച്ചിട്ടില്ല. മുന്നോട്ട് പിന്നെയും പുഷ് ചെയ്ത് പൗലോസ് പോകാനായിട്ടുള്ള കാരണം ആ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യം. ആ നിയോഗം എന്തായിരുന്നു? ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അപ്പോസ്തലനായതല്ല. ഒന്നാമത്തെ കാരണം അതായിരുന്നു പൗലോസ്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അപ്പോസ്തലനായതല്ല. 12 അപ്പോസ്തലന്മാർ, അവർ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്നുള്ള പ്രവചനമൊക്കെ കേട്ട് ഞാൻ ഒരു അപ്പോസ്തലനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലനായതല്ല. പൗലോസ് പറയാ, എനിക്ക് അങ്ങൊരു താല്പര്യമേ ഉണ്ടായിരുന്നില്ല. ഞാൻ സഭയെ മുടിച്ചവനാണ്, സഭയെ മുടിക്കുവാനായിട്ട് നടന്നവനാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ എന്ന പേരിന് പോലും ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ദൈവേഷ്ടത്താൽ ദൈവകൽപ്പന പ്രകാരം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. തിമോഥെയോസേ, എൻ്റെ കൈവെപ്പിനാൽ നിന്നിൽ ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷയും ഈ ദൈവനിയോഗമാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. ആ ബോധ്യത്തോടെ നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശുശ്രൂഷ രംഗത്ത് നീ കടന്നു പോകുന്ന വേദന നിറഞ്ഞ അനുഭവങ്ങൾ, കണ്ണുനീരൊഴുക്കേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങൾ, പ്രതിബന്ധങ്ങൾ, ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തൊരാശ്വാസ തിമോഥെയോസ് നോക്കുക. ഈ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പൗലോസ്
തിമത്യോസിനോട് പറയാൻ, തിമത്യോസെ ഞാൻ നിനക്ക് വേണ്ടി ഇടവിടാതെ രാവും പകലും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ തിമത്യോസിന് ഒരു ബൂസ്റ്റാണ്. ഇതാണ് പൗലോസ് ഈ ലേഖനത്തിൽ ചെയ്യുന്നത്. ഈ ആദ്യത്തെ ലേഖനത്തിൽ നമ്മൾ കണ്ടത് ഇതേ വിഷയം തന്നെയാണ് ഈ ലേഖനത്തിൽ ഇത് തന്നെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഭംഗിവാകായിട്ട് ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറി എന്താ ചെയ്യുന്നത്? ആ പ്രതിസന്ധി കുറച്ചും കൂടെ വഷളാക്കി കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാന്ന് പറയുന്നുമില്ല. എന്നാൽ ആ വിഷയം, ബ്രദറെ ഞാൻ ഈ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ടൊരു പിന്താങ്ങൽ കൊടുത്തു നോക്കിയേ, ആ വ്യക്തിയൊക്കെ കിട്ടുന്ന ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ പോലും ആ പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഉൾബലം ആ വിശ്വാസിക്ക് ലഭിക്കും. നമ്മുടെ സഭകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ന്യൂ ജനറേഷൻ ചർച്ചസിനൊക്കെ ശ്രദ്ധിച്ചറിയാം. അവർ വിശ്വാസികളുടെ വിഷയങ്ങളെ കണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചേർന്ന് നിന്ന് തോളിൽ കൈതട്ടി കർത്താവ് പരിഹാരം ഒരുക്കും, ബ്രദറെ നിരാശപ്പെടരുതെന്ന് പറയുമ്പോൾ ആ വിശ്വാസികൾക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, സുവിശേഷകന്മാർക്ക്, പാസ്റ്റർമാർക്ക് ലഭിക്കുന്ന ഒരു എനർജി ഉണ്ട്. നമ്മുടെ സഭകളിൽ, വേർപാട് സഭകളിൽ ഇത് അന്യം വന്നു പോയിരിക്കും. ഞാൻ വേർപാട് സഭയെല്ലാം സമൂലം കുറ്റപ്പെടുത്തുന്ന ആളെന്ന് വിചാരിക്കേണ്ട. ഞാനും ഈ സിസ്റ്റത്തിൽ തന്നെയാണല്ലോ ഞാൻ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം സഭകളൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരു ബൂസ്റ്റ് കിട്ടിയാൽ ഈ തളർന്നും ക്ഷീണിച്ചിരിക്കുന്ന പലരും വേക്കപ്പ് ആകും, ഉണരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തിമത്യോസിന് പൗലോസ് ഈ ഒന്നാം ലേഖനത്തിൽ തന്റെ ശാരീരിക സ്ഥിതി സൂക്ഷിക്കണം, ആത്മീക സ്ഥിതി സൂക്ഷിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കത്തെഴുതുമ്പോൾ ഇതേ വിഷയങ്ങൾ തന്നെയാണ് എഴുതി വിടുന്നത്. അതിന് കാരണം തിമത്യോസിനോട് എന്തെല്ലാം പറഞ്ഞാലും പൗലോസിന് മതിയാകത്തില്ല. അതാണ് അവർ തമ്മിലുള്ള ഹൃദ്യമായ ബന്ധം. പിന്നെ രണ്ടാമത്തെ വിഷയം, തിമത്യോസിന്റെ മേലുള്ള ഭാരിച്ച ഉത്തരവാദിത്വത്തെ കുറിച്ച് പൗലോസിന് വ്യക്തമായ ബോധ്യമാണ്. ഇനി പൗലോസിന് തോന്നിയിട്ട് അങ്ങ് എഴുതാണോ? അല്ല. തിമത്യോസ് ഈ വിഷയം വ്യക്തമായി മനസ്സിലാക്കി ശുശ്രൂഷയിൽ മുന്നേറണമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ പൗലോസിന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തിയ വിഷയങ്ങളാണ് തിമത്യോസിനെ രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രായോഗികമായി, പ്രാക്ടിക്കലായ ഈ വിഷയങ്ങളെ കാണുവാനായിട്ട് ഇടയാകണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനോ അവർ ചെയ്യുന്നതെല്ലാം തെറ്റെന്ന് പറയാനോ ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മളുടെ കുറവുകളെ നാം കണ്ടറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ തിരുത്തുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയും നാം ഇതിനു വേണ്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പണ്ട് സഭ ഇരുട്ട കാലഘട്ടത്തിലേക്ക് പോയതുപോലെ ഇനിയും സംഭവിക്കും. അത് അന്ത്യകാലത്തിന്റെ ലക്ഷണമെന്നും പറഞ്ഞ് കയ്യും കഴുകിയിരുന്ന് കർത്താവ് വരും, അന്ത്യക്രിസ്തു വരും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാം എത്ര വിശ്വസ്തയോടെ ചെയ്യും. തിമത്യോസ് പൗലോസിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം, നിന്നിലെ ഉപനീതി നീ അത് വിശ്വസ്തയോടെ കാത്തു സൂക്ഷിച്ചു പോകും. ആ ഒരു പ്രബോധനമാണ് ഈ രണ്ട് ലേഖനം തിമത്യോസിന് കൊടുക്കുന്നത്. എന്നാൽ അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്, അതിന് പശ്ചാത്തലമായി നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്, ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ വിഷയങ്ങളെ ഗൗരവത്തോടെ കാണുവാനായിട്ട് ഇടയാകണം. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ശേഷിച്ച വാക്യങ്ങളോട് നമുക്ക് ചിന്തിക്കാം. ഇത് ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറയാനായിട്ടുള്ള കാരണം, ഈ 3-ാം വാക്യത്തിൽ പൗലോസ് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുവാനായിട്ടിടയും. ഒരു ശുശ്രൂഷകനെ കുറിച്ച് മറ്റൊരു ശുശ്രൂഷകൻ, ഒരാത്മീക പിതാവിന് ഒരു സഭയെക്കുറിച്ചുള്ള കൺസേൺ അത് എത്ര ആഴമാണ്. തനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് പറ്റാത്ത, തന്റെ കയ്യും കാലും ബന്ധിക്കപ്പെട്ടവനെ താൻ ജയിലിൽ കിടക്കുകയാണ്. എന്നാൽ അവിടെ ഇരിക്കുമ്പോഴും തന്റെ ഹൃദയത്തിൽ ഈ സഭകളെയും സുവിശേഷകന്മാരെയും ശുശ്രൂഷകന്മാരെയും കുറിച്ചുള്ള ഭാരം ഉണ്ടായിട്ട് താൻ ദൈവസന്നിധിയിൽ അവരെ പകർന്നു നിർത്തിയിരിക്കുക. കർത്താവെ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം, എത്രയും അനുഗ്രഹീയ അനുഭവം. അതിന്റെ ഒരു ബൂസ്റ്റിംഗ് ആണ് ആദിമ നൂറ്റാണ്ടിലെ സഭകളിലൊക്കെ. അനേക പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്, അത് സ്വാഭാവികം. പക്ഷെ അതിലുപരി ദൈവത്തിന് വേണ്ടി ഒരു ശേഷിപ്പ് ഉയർന്നു നിന്നതിന് കാരണം ഇതുപോലെയുള്ള ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ഈ നിലയിൽ ജാഗ്രതയോടെ നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ കുറഞ്ഞ പക്ഷം ഒന്ന് ജാഗരിക്കുവാൻ, പ്രാർത്ഥിക്കുവാനെങ്കിലും നാം മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സഭകളും കുടുംബങ്ങളും യുവാക്കന്മാരും യുവതികളും ഒക്കെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കുറച്ചുകൂടി ആഴമായി പഠിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.